Hi friends, എല്ലാവർക്കും ആപ്സ് കോർണറിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം തോരനാണ്. അപ്പോൾ ഓണസദ്യക്ക് ഒരുക്കുന്നതിനിടയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 4 പപ്പടമാണ്. അപ്പോൾ ഈ 4 പപ്പടം നമുക്ക് കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം ഈ ഓരോ ചെറിയ പീസസും നമുക്ക് ഒന്നും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് പിന്നെയും മുറിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ പീസസും കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ പപ്പടം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വലുതായിട്ട് മുറിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറുതായി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒരുപാട് വലുതായിട്ട് മുറിക്കാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ പപ്പടം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പപ്പടം വറുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ചൂടായി കഴിയുമ്പോൾ നമുക്ക് പപ്പടം കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മറിച്ചിടാനൊന്നും നമുക്ക് പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പപ്പടം ശരിക്കൊന്ന് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പപ്പടം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പപ്പടം വറുത്ത പാത്രത്തിൽ തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പുതിയ പാത്രം എടുക്കുക. ഇപ്പോൾ ഇത് നേരത്തെ വറുത്ത പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത്, അതായത് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയില്ലേ, അതുപോലെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി സോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പപ്പടം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പടം അധികം പൊടിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പപ്പടം പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ നമ്മുടെ പപ്പടം തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂലേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെയും ബൈ.